എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ KS രതീഷ്. വളരെ കാലങ്ങളായിട്ട് ഒരുവിധംപ്പെട്ട സകല മനുഷ്യരും നേരിടുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എന്തിന് വായിക്കുന്നു? ഞാനും കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്, ഞാൻ എന്തിന് വായിക്കുന്നു? രതീഷ് എന്ന വ്യക്തി, രതീഷ് എന്ന അധ്യാപകൻ, രതീഷ് എന്ന എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ എന്തിനു വായിക്കുന്നു എന്നുള്ളത് നമുക്ക് എൻ്റെ ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഒന്നാമതായിട്ട്, ഞാനെന്ന വ്യക്തി എന്ന നിലയിലാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ഒരല്പം സംസ്കരിക്കപ്പെട്ട ജീവി എന്നുള്ളതിനപ്പുറം അവന് പ്രത്യേകിച്ച് വച്ചുകെട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളെക്കാൾ സംസ്കരിക്കപ്പെടാത്ത അല്ലെങ്കിൽ അസംസ്കൃതനായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവിധ ദൗർബല്യങ്ങളും ഉള്ള സാധാരണ ഒരു മനുഷ്യനാണ്. സമൂഹത്തിലെ എല്ലാ ജീവികളോടും ഇടപെടേണ്ട ഒരു വ്യക്തിയും കൂടെയാണ്. സ്വാഭാവികമായിട്ട് എന്നെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കുക. എന്റെ ജാതിയുടെ പേരിൽ, എന്റെ മതത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ എന്റെ സോഷ്യൽ സ്റ്റാറ്റസിന്റെ പേരിൽ മറ്റു മനുഷ്യനേക്കാൾ എന്തെങ്കിലും മികച്ച ഒരാളാണോ എന്ന് ഒരു തോന്നൽ എനിക്ക് എപ്പോഴെങ്കിലും വരാതിരിക്കാൻ ഞാൻ നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കണം. എന്തുകൊണ്ട്? ജാതിവാലികൾ ചേർക്കുമ്പോൾ എനിക്ക് മറ്റു മനുഷ്യരിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല, മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യപ്പെടുന്നു എന്ന് തിരിച്ചറിവുണ്ടാകാൻ ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കണം. ഒരു പെണ്ണിന് നേരെ അല്ലെങ്കിൽ ഈ പ്രകൃതിക്ക് നേരെ ഒക്കെ ഞാൻ കൈകടത്തൽ നടത്തുമ്പോൾ അത് എത്രമാത്രം ആ മനുഷ്യരെ അല്ലെങ്കിൽ പ്രകൃതിയെ, ആ പെണ്ണിനെ ഒക്കെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് തിരിച്ചറിവുണ്ടാകാൻ, എനിക്ക് അത്തരത്തിലുള്ള ഭ്രാന്തുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കുന്നത്. മറ്റൊന്ന്, ഈ നാട് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളോടും താതാത്മ്യം പ്രാപിക്കേണ്ടതും അതിനെ പ്രതിരോധിക്കേണ്ടതും വ്യക്തി എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ ഉത്തരവാദിത്തം നിറവേറ്റപ്പെടാൻ നാടിന്റെ സകല പ്രശ്നങ്ങളെ കുറിച്ച് എഴുതിയ കഥയും കവിതയും നോവലും ഒക്കെ, ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടേയിരിക്കണം. ഏറ്റവും അവസാനമായിട്ട് തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ വിശന്നാണ് ഇരിക്കുന്നതെന്ന്, അവന്റെ നിറഞ്ഞ കണ്ണിൽ എന്തൊക്കെയോ വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ഞാൻ വായിക്കണം. അങ്ങനെയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ തന്നെ സംസ്കരിക്കാനുള്ള ഒരു ഏറ്റവും സുന്ദരമായ മാർഗം, ഏറ്റവും സർഗാത്മകമായ മാർഗം എന്ന നിലയിലാണ് ഞാൻ വായിക്കുക, വ്യക്തി എന്ന നിലയിൽ. രണ്ടാമത്, ഞാനൊരു അധ്യാപകനും കൂടെയാണ്. സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആയിരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളെ മുഴുവനും, തന്റെ മുന്നിലിരിക്കുന്ന കുട്ടിയുടെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത്. അത് മാത്രമല്ല, ആ കുട്ടിയുടെ കൗതുകമുള്ള കണ്ണുകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കണ്ണ് കൗതുകത്തോടെ തുറന്നിരിക്കുന്ന ഒരു കുട്ടിയെ ക്ലാസ് മുറിയിൽ സൃഷ്ടിക്കാൻ അധ്യാപകൻ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. അവനോട് കഥകൾ പറയണം, അവനോട് കവിത ചൊല്ലണം, അവന് വേണ്ടിയിട്ട് നോവലിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ പറയണം, ശാസ്ത്രത്തിന്റെ അനന്ത സാധ്യതകളെ കുറിച്ച് ആ കുട്ടിയോട് ഞാൻ വാതോരാതെ സംസാരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ എന്റെ ക്ലാസ് മുറി സമ്പുഷ്ടമാവൂ. അതിന് ഞാൻ നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കുക. ഇനി മറ്റൊന്ന്, ഏറ്റവും അവസാനമായിട്ട് ഞാനൊരു കഥ എഴുതാൻ ആഗ്രഹിക്കുന്നത്. ചത്തുപോകുമ്പോൾ ഒരു കഥയുടെ പേരിൽ ഈ ഭൂമി മലയാളം എന്നെ ഓർത്തിരിക്കണമെന്നും കഥ വായിച്ച് എന്നെ തേടി മനുഷ്യർ വരണമെന്ന് കൊതിയുള്ള, ഒരു ആത്മരതിയുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ കഥയുടെ നാനാ മേഖലകളിൽ വരുന്ന, എഴുത്തിന്റെ മേഖലകളിൽ വരുന്ന എല്ലാ മാറ്റങ്ങളുടെയും അടിസ്ഥാന സ്പന്ദനങ്ങളും തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. നാളെ ഒരു കഥയുടെ പേരിൽ എന്നെ തിരിച്ചറിയണമെങ്കിൽ ഇന്നും ഇന്നലെയും ഇനി വരുന്ന കാലങ്ങളിലും കഥയിൽ വന്ന, എഴുത്തിൽ വന്ന എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാൻ ഞാൻ വായിച്ചേ പറ്റൂ. അതിനും അപ്പുറത്തേക്ക് എന്റെ ഭാഷ സുന്ദരമാകാൻ, എന്റെ എഴുത്ത് കാലഘട്ടത്തോട് അപ്ഡേറ്റ് ചെയ്യാൻ, കാലഘട്ടത്തോട് മത്സരിക്കാൻ പ്രാപ്തിയുള്ളതാക്കാൻ ഞാൻ എഴുതിക്കൊണ്ട് അല്ലെങ്കിൽ വായിച്ചുകൊണ്ടേയിരിക്കണം. വായനയല്ലാതെ മറ്റൊന്നും ഇത്രയും അധികം എഴുത്തിനെ പുഷ്ടിപ്പെടുത്തുന്നില്ല എന്നാണ്. ലോകത്തെ വായിക്കണം, ലോകത്തിന്റെ പ്രതിസന്ധികളെ വായിക്കണം. അല്ലാത്തൊരാള് എങ്ങനെയാണ് എഴുത്തിൽ നിലനിൽക്കുക, ഉറപ്പിക്കുക എന്നുള്ളത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതൊന്നും വായിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെ എഴുതുന്നു? അല്ലെങ്കിൽ 100 കഥയെങ്കിലും എഴുതിയാലേ എന്റെ കഥയിലെ ഒരു വരി എനിക്ക് എഴുതി തീർക്കാൻ കഴിയൂ. അല്ലെങ്കിൽ 100 കഥയെങ്കിലും വായിക്കാതെ എന്റെ കഥയിലേക്ക് ഞാൻ എങ്ങനെ കടന്നുപോകും എന്ന പ്രതിസന്ധിയുള്ള ഒരു മനുഷ്യനാണ്. എന്നെ കഥയില്, എന്റെ ഭാഷയില്, എന്റെ ശൈലിയില്, എന്റെ കഥാപാത്രങ്ങളില്, എന്റെ ഇതിവൃത്തങ്ങളിലൊക്കെ
ഏറ്റവും പുതുമയുള്ള ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കും. ഒരു വ്യക്തി, ഒരു അധ്യാപകൻ, അതിനും താഴെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോ പുസ്തകങ്ങളോട് ഏറ്റവും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരാൾക്ക് മാത്രമാണ്, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ മാത്രമാണ് ലോകത്തോട് നീതി പുലർത്താൻ കഴിയൂ, ലോകത്തെ നല്ലൊരു പൗരനായി ജീവിക്കാൻ കഴിയൂ, നല്ലൊരു അധ്യാപകനാകാൻ കഴിയൂ, നല്ലൊരു കഥാകൃത്താകാൻ കഴിയൂ എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് ഞാൻ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളും വായിക്കുക. ഈ ഭൂമിക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിടത്തില്, അല്ലെങ്കിൽ നിങ്ങളുടെ എഴുത്തിടത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ, വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കുക. നിയമസഭാ പുസ്തകോത്സവത്തിന് എല്ലാവിധ ആശംസകളും. വായന മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വേറിട്ടതാക്കുന്ന ഒരു സർഗാത്മക പ്രക്രിയയാണ്. വായനയില്ലാത്ത മനുഷ്യർ ഇരുണ്ട ഭൂഖണ്ഡം തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, അഭിവാദ്യങ്ങൾ.